നമ്മുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ, വിഷമങ്ങൾ, ദുഃഖങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ അതൊക്കെ പറയാൻ പറ്റുന്ന ഒരു ഇടമായിരിക്കണം ഏത് നമ്മുടെ വീട്, ഇല്ലേ? പക്ഷേ അവിടെ നമുക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെ അവർ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ഒരു ദിവസമേ നമ്മൾ പറയുള്ളൂ. പിന്നെ നമ്മൾ പതുക്കെ പതുക്കെ അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കും, ഇല്ലേ? അത് കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിത്തെറിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമുക്ക് ഏറ്റവും വിശ്വസനീയവും കാരണം നമ്മൾ പുറത്ത് ആരോട് പറഞ്ഞാലും അവർ പുറത്തൊക്കെ പറയാൻ സാധ്യത കൂടുതലാണ്. നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ കൂടെയുള്ളവരാണെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ ചിലർക്ക് അത് നമ്മുടെ കൂടെയുള്ളവരായ അന്യരായി പോകുന്ന ഒരവസ്ഥയും കൂടെ ഉണ്ട്, ഇല്ലേ? അവർ പറയും, നീ അങ്ങനെ പറഞ്ഞതല്ലേ, നീ അന്നിങ്ങനെ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ അല്ലാത്ത ഇടങ്ങളിലാണ് നമ്മൾ ഏറ്റവും സുരക്ഷിതരായിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെ വന്നാലും നമ്മുടെ വീട്ടിൽ ചർച്ച ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടും, ഉറപ്പായ കാര്യമാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈ പുറമേയുള്ള ബന്ധങ്ങളും നമ്മുടെ ഈ മറ്റുള്ള കാര്യങ്ങളും ഒന്നും എന്തെങ്കിലും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ അത് നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. നമ്മുടെ വീടിനുള്ളിൽ തന്നെ ഏത് പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനുണ്ട്. അത് നമ്മുടെ വീട്ടിനുള്ളിൽ തന്നെ കിട്ടും. നമുക്ക് എത്ര ആലോചിച്ചാലും കിട്ടാത്ത ആൻസറിന് അല്ലെങ്കിൽ ക്വസ്റ്റിന് ഒരു ആൻസർ നമ്മുടെ വീട്ടിൽ തന്നെയുള്ളവർ നമുക്ക് പറഞ്ഞു തരും. അങ്ങനെയുള്ള ഒരു ബന്ധമായിരിക്കണം നമ്മുടെ കുടുംബ ബന്ധം, ഇല്ലേ? ശരിയാണോ എന്ന് ചിന്തിച്ച് നോക്ക്.